നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദിയിലെ പ്രവാസി മലയാളികളെ ഞെട്ടിച്ച് ആ കൊലപാതക വാർത്ത. കൊല്ലപ്പെട്ടതും കൊല ചെയ്തതും മലയാളി, ഒടുവിൽ വധശിക്ഷ. ജിസാനിൽ ദമ്പതികൾ സഞ്ചരിച്ച കാർ ഒഴുക്കിൽപ്പെട്ടു. ഭാര്യയുടെ മൃതദേഹം കണ്ടെത്തി. വിമാനത്താവള സുരക്ഷ. QR കോഡുള്ള ടിക്കറ്റും ബോർഡിംഗ് പാസും നിർബന്ധം. ദുബായിൽ 12,778 ടാക്സികൾ 6 മാസം. സവാരികൾ 5.57 കോടി. യാത്രക്കാർ 9.69 കോടി. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജൻ വാർഷിക സമ്മേളനം. വയനാട് ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് സൗദി അറേബ്യ. മസ്കത്തിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മുങ്ങി മരിച്ചു. 4 പേരെ രക്ഷപ്പെടുത്തി. സൗദിയിലെ പ്രവാസി മലയാളികളെ ഞെട്ടിച്ച് ആ കൊലപാതക വാർത്ത. കൊല്ലപ്പെട്ടതും കൊല ചെയ്തതും മലയാളി, ഒടുവിൽ വധശിക്ഷ. സൗദിയിലെ ജുബൈലിൽ ഒരു മലയാളിക്കും 4 സ്വദേശികൾക്കുമുള്ള വധശിക്ഷ ബുധനാഴ്ച നടപ്പിലാക്കിയെന്ന വാർത്തയുടെ പിന്നാമ്പുറം തേടുകയായിരുന്നു ആകാംക്ഷയോടെ സൗദിയിലെമ്പാടുമുള്ള പ്രവാസി ലോകം. സാധാരണ കൊല്ലപ്പെട്ട കുടുംബം മാപ്പ് നൽകുന്ന പക്ഷം പ്രതികൾക്ക് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാം. സൗദി പ്രോസിക്യൂഷൻ ഈ കേസ് രാജ്യദ്രോഹ വകുപ്പിൽ പെടുത്തിയാണ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെതായ ഒരു തരത്തിലുമുള്ള മാപ്പ് കൊണ്ടും കാര്യമുണ്ടാകുമായിരുന്നില്ല. നിരാലംബനും നിരായുധനും നിഷ്കളങ്കരുമായവരെ കൊല്ലുന്നതിന് മാപ്പില്ലെന്ന വിധിയിൽ കോടതി വിശദീകരിച്ചിരുന്നു. രാജ്യത്തിന്റെയും വ്യക്തികളുടെയും സുരക്ഷ ഭേദിക്കുന്നവർക്ക് ഇതാകും വിധിയെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് 2 വർഷം മുമ്പായിരുന്നു സമീർ സൗദിയിലെത്തിയത്. മൊബൈൽ കടയിൽ ജോലി ചെയ്തിരുന്ന സമീറിനെ ജോലിക്ക് വരാത്തതിനെ തുടർന്ന് സ്പോൺസർ ഹുറൂബാക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സമീറിന്റെ മരണം വൃദ്ധരായ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കിയിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കി സമീറിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചാണ് സംസ്കരിച്ചത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദമാം. ജിസാനിൽ ദമ്പതികൾ സഞ്ചരിച്ച കാർ ഒഴുക്കിൽപ്പെട്ടു. ഭാര്യയുടെ മൃതദേഹം കണ്ടെത്തി. തെക്കുകിഴക്കൻ ജിസാനിൽ അഹദ് അൽ മസാരിഹയിൽ സൗദി ദമ്പതികൾ സഞ്ചരിച്ച കാർ ഒഴുക്കിൽപ്പെട്ടു. അൽ ആരിദയെയും അഹദ് അൽ മസാരിഹയെയും ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് വാദി മസല്ലയിൽ വെച്ച് ദമ്പതികളുടെ കാർ ഒഴുക്കിൽപ്പെട്ടത്. സിവിൽ ഡിഫൻസ് അധികൃതരും സൗദി പൗരന്മാരും വോളണ്ടിയർമാരും നടത്തിയ തിരച്ചിലിൽ ഭാര്യയുടെ മൃതദേഹം കണ്ടെത്തി. ഭർത്താവിന് വേണ്ടി തിരച്ചിലുകൾ തുടരുകയാണ്. ദമ്പതികളുടെ കാർ ഒഴുക്കിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവന്നു. ബുധനാഴ്ച കനത്ത മഴയ്ക്കാണ് ജിസാൻ പ്രവിശ്യ സാക്ഷ്യം വഹിച്ചത്. ഇതേ തുടർന്ന് പ്രവിശ്യയിൽ ഏതാനും സ്ഥലങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിസാൻ. വിമാനത്താവള സുരക്ഷ. QR കോഡുള്ള ടിക്കറ്റും ബോർഡിംഗ് പാസും നിർബന്ധം. വിമാനത്താവള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടെർമിനലിലേക്ക് പ്രവേശിക്കുന്നതിന് QR കോഡുള്ള ടിക്കറ്റുകളോ ബോർഡിംഗ് കാർഡുകളോ വേണമെന്ന് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ആളുകൾ യാത്രക്കാരെന്ന വ്യാജേന ടെർമിനലിൽ പ്രവേശിക്കുന്നത് തടയാനാണ് പുതിയ നിബന്ധന. നിലവിൽ യാത്രക്കാർ കൊണ്ടുവരുന്ന ടിക്കറ്റും തിരിച്ചറിയൽ കാർഡും സെക്യൂരിറ്റി വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിച്ചാണ് ടെർമിനലിലേക്ക് കടത്തിവിടുന്നത്. ഗേറ്റിലെ പരിശോധനയ്ക്ക് QR കോഡ് റീഡർ ഏർപ്പെടുത്തിയതോടെ ഇത്തരത്തിൽ വ്യാജ ടിക്കറ്റുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനാകും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ആഭ്യന്തര ടെർമിനലിൽ യാത്രയ്ക്ക് 90% യാത്രക്കാരും QR കോഡുള്ള ടിക്കറ്റുകളുമായാണ് എത്തുന്നത്. പല വിദേശ വിമാന കമ്പനികളും QR കോഡുള്ള ബോർഡിംഗ് പാസ് ലഭിക്കുന്നതിന് നേരത്തെ ടിക്കറ്റ് എടുത്ത യാത്രക്കാരോട് ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡിജി യാത്രക്കാർക്ക് ഓൺലൈൻ QR കോഡ് ലഭിക്കുമെന്നതിനാൽ ഈ സാങ്കേതിക പ്രശ്നം നേരിടേണ്ടി വരുന്നില്ല. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ദുബായിൽ 12,778 ടാക്സികൾ 6 മാസം. സവാരികൾ 5.57 കോടി. യാത്രക്കാർ 9.69 കോടി. എമിറേറ്റിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 12,778 ടാക്സി വാഹനങ്ങൾ. ആകെ 30,000-ലേറെ ഡ്രൈവർമാരുമുണ്ട്.
കഴിഞ്ഞ 6 മാസത്തിനിടെ ടാക്സി സവാരികളുടെ എണ്ണം 5.57 കോടി പിന്നിട്ടു. കഴിഞ്ഞ 5 വർഷമായി പൊതുഗതാഗത മേഖല വളർച്ചയുടെ പാതയിലാണെന്ന് RTA പൊതുഗതാഗത വിഭാഗം ഡയറക്ടർ അദൈൽ ഷാക്രി പറഞ്ഞു. യാത്രകളുടെയും വാഹനങ്ങളുടെയും വർധന പൊതുഗതാഗത മേഖലയെ ജനം കൂടുതലായി ആശ്രയിക്കുന്നതിന്റെ സൂചനയാണ്. ടാക്സി സർവീസുകളിൽ 40% ഓൺലൈനായാണ് ബുക്ക് ചെയ്യപ്പെട്ടത്. ഹാല ടാക്സി വഴിയുള്ള ബുക്കിംഗിൽ പരമാവധി 3.5 മിനിറ്റിൽ യാത്രക്കാരുടെ അടുത്ത് വാഹനം എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജൻ വാർഷിക സമ്മേളനം. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജൻ വാർഷിക സമ്മേളനം നടത്തി. പ്രസിഡന്റ് വിനേഷ് മോഹൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി രാജീവ് കുമാർ, റീജൻ ചെയർമാൻ സന്തോഷ് കെട്ടേത്ത്, ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ്, തോമസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ലോക കേരള സഭ അംഗം ജിമ്മിക്കുട്ടി, ഷാഹുൽ ഹമീദ്, വർഗീസ് മനക്കൽ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഡിസംബറിൽ മലേഷ്യയിൽ നടക്കുന്ന ഗ്ലോബൽ വനിതാ ഫോറത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. വനിതാ ഫോറം ഗ്ലോബൽ ചെയർപേഴ്സൺ എസ്തർ ഐസക്, വനിതാ ഫോറം ഗ്ലോബൽ സെക്രട്ടറി ഷീല റെജി എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. വയനാട് ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് സൗദി അറേബ്യ. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് സൗദി അറേബ്യ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനതയ്ക്കും അനുശോചനമറിയിക്കുന്നതായും സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങൾക്കുമൊപ്പമാണ് തങ്ങളെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി. ഇന്ത്യയിലെ സൗദി എംബസിയാണ് അനുശോചനമറിയിച്ച് എക്സിൽ അനുശോചന സന്ദേശം അറിയിച്ചത്. കേരളത്തിൽ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി ആളുകളുടെ മരണത്തിനും ഗുരുതര പരിക്കിനും കാരണമായ ദാരുണമായ സംഭവത്തിൽ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും സന്ദേശത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. മസ്കത്തിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മുങ്ങി മരിച്ചു. 4 പേരെ രക്ഷപ്പെടുത്തി. മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ 4 പേർ ഒഴുക്കിൽപ്പെട്ടു. ഒരാൾ മരണപ്പെടുകയും 4 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അൽ സഫിനാത്ത് പ്രദേശത്ത് ഇന്നലെയാണ് സംഭവം. മരിച്ച വ്യക്തിയും രക്ഷപ്പെട്ടവരും ഒമാനി പൗരന്മാരാണ്. കടലിൽ മറ്റും നീന്താനിറങ്ങുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുട്ടികളുടെയും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.